ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്ക വരട്ടി കൊണ്ട് ഇലയട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. അട ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റിയ അരിപ്പൊടിയാണ്. ഇത് പാകത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇതാ ഞാനിത് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് 2 കപ്പ് പുഴുങ്ങലരിയും 1 കപ്പ് പച്ചരിയും എന്ന കണക്കിൽ പൊടിപ്പിച്ചിട്ടുള്ള പൊടിയാണിത്. ഇതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഉരുക്കി അരിച്ച വെല്ലമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെല്ലെല്ലാം ഉരുക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്കിതുപോലുള്ള പണികളെല്ലാം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചക്ക വരട്ടി വെച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ ചക്ക സീസൺ ആയാൽ പഴുത്ത ചക്ക നെയ്യിൽ വരട്ടി വെച്ചാൽ കുറേ കാലം നമുക്കിതുപോലെ അടയും പായസം എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തതാണ് ഈ ചക്ക വരട്ടിയത്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് വരട്ടിയെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ചക്ക വരട്ടുമ്പോൾ നെയ്യ് ചേർത്തത് കൊണ്ട് ഈ സമയത്ത് നെയ്യൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കാം. ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം മുന്നേ വാഴയിലെല്ലാം നല്ലതുപോലെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത അരിമാവ് ഇതിലേക്ക് നേരിയതായിട്ട് പരത്തിയെടുക്കണം. ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കണം. ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വൃത്തിയായി ഇതുപോലെ ചെയ്തെടുത്ത് ഓരോന്നും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഒരു 10-20 മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം. കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് അപ്പച്ചമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ വെച്ച് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അടയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. തണുത്തതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ ചെയ്തെടുക്കാം. നമ്മളെ അടയെല്ലാം വെന്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചക്ക സീസൺ ആയാൽ എല്ലാവരും പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ അത് ഇതുപോലെ വരട്ടി വെക്കുന്ന വീഡിയോ ഞാനിത് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ ഒരു അസാധ്യ ടേസ്റ്റ് ആയിരിക്കും ഇലയുടെയൊക്കെ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.